നമ്മളിന്നിവിടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു, പക്ഷേ അതിനൊരു സോങ് ആയിരുന്നു ഇട്ടത്. അതിനൊരു കോപ്പിറൈറ്റിൻ്റെ ഒരു വിഷയം വന്നപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഓൺ വോയിസിൽ തന്നെ അതിന് കൊടുക്കാമെന്ന്. നമ്മൾ വിറകടുപ്പിലാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കടുക് ഇടുകയാണ് ചെയ്യുന്നത്. കടുകിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിടുന്നു. തേങ്ങാക്കൊത്തൊരു നമ്മളൊരു ബ്രൗൺ കളറായി മാറുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് സവാള ഇടുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സവാള ഇട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഉപ്പ്, കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് നല്ലപോലെ ഇതങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പകുതി ആവുന്നിടം വരെ വഴറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ചിക്കൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകൊക്കെ ചതച്ചത് ഇതിൻ്റെ അകത്തിട്ടിട്ടു. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി ഒരു തക്കാളി അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടെന്ന് വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഈ ചിക്കൻ ഒരു 3-4 മിനിറ്റൊക്കെ ഈ ഉള്ളിക്കകത്തൊക്കെ കിടന്നൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ വെന്തുടഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെ 2-3 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കിനും പിന്നെ ഇത് വേകുമ്പം ഇത് വെന്തുടഞ്ഞു പോകത്തില്ല. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാറുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ ചിക്കൻ മസാല പുരട്ടി വെച്ച് ആ ഒരു വെള്ളവും കൂടി ഇതിൻ്റെ അകത്തോട്ട് വെച്ച് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളം കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തുകൊണ്ട് അതിനുശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അടുക്കി പിടിക്കും. ഈ വിറകടുപ്പായതുകൊണ്ട് നല്ലപോലെ തീയും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇടയ്ക്കൊക്കെ കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ച് ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് എല്ലാം വെന്ത് കറി സെറ്റായിട്ടുണ്ട്. ഇനി കനലിൽ ഇരുന്ന് കുറച്ചൊന്ന് പറ്റി വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ചിക്കൻ എടുത്ത് വറക്കാൻ ഫ്രൈ ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉപ്പും മഞ്ഞളും മസാലയെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിന് ശേഷം ഈ ചിക്കനെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പോൾ ഈ ചിക്കൻ്റെ അകത്തുള്ള വെള്ളം കൂടെ ഇറങ്ങി അതിനകത്ത് ചിക്കൻ വെന്ത് വന്നതിന് ശേഷം നമ്മൾ തീ കൂട്ടിയിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. അപ്പം അധികം എണ്ണയും ആവശ്യം വരത്തില്ല. ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, ഉള്ളൊക്കെ നല്ലപോലെ വേകുകയും ചെയ്യും. അങ്ങനെയാണ് എടുക്കുന്നത്. അതായത് പിന്നെ ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ കാണിച്ച് സ്ഥിതിക്കുന്ന പിന്നെ ചോറും കൂടെ വിളമ്പുന്നതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചോറും ചിക്കൻ കറിയും പിന്നെ തോരനും, വെണ്ടയ്ക്ക തോരനായിരുന്നു. പിന്നെ ഫ്രൈ ചെയ്ത ഒരു ലെഗ് പീസും പരിപ്പുണ്ടായിരുന്നു. പരിപ്പും പിന്നെ പപ്പടവും കൂടെ കൂട്ടിയായിരുന്നു ചോറുന്നത്.